വലിയ രീതിയിലുള്ള ഒരു ആശങ്കയുണ്ടായിരുന്നു. ഈ പാലക്കാട്ടുകാരിയുടെ സമ്പർക്ക പട്ടികയിലുള്ള 4 പേർ ചികിത്സ തേടിയതുമായി ബന്ധപ്പെട്ട്. പക്ഷേ ആ ആശങ്ക ഒഴിയുകയാണ്. പ്രാഥമികമായി അവർ ചികിത്സ തേടിയപ്പോൾ പരിശോധനാ ഫലം അത് നെഗറ്റീവായിരിക്കുകയാണ്. വലിയ ആശങ്ക ഉളവാക്കുന്ന രീതിയിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ 4 പേർ അഡ്മിറ്റായി എന്നുള്ള വാർത്തകളൊക്കെ. പക്ഷേ ആശങ്ക അകലുന്നു, പരിശോധനാ ഫലം നെഗറ്റീവാണ്. നിലവിൽ ആശങ്ക രേഖപ്പെടുത്തേണ്ടത് അവരുടെ, അതായത് നിപ ബാധിച്ച 38കാരുടെ ആരോഗ്യ നിലയിലാണ്. അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ. വിൻഷ, തീർച്ചയായും. കാരണം വലിയ സന്തോഷകരം തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലടക്കം നിപ്പ ബാധിച്ച യുവതിയുമായി സമ്പർക്ക പട്ടികയിലുള്ള കുട്ടികൾ, പിഞ്ചു കുട്ടികളടക്കമുള്ള ആളുകൾക്ക് പനി ബാധിച്ചിരുന്നു. എന്നാൽ ഇന്ന് നിപ്പ ബാധിച്ച മുഴുവൻ ആളുകളുടെയും പരിശോധനാ ഫലം നെഗറ്റീവായി എന്ന് പറയുമ്പോൾ ഏറെ സന്തോഷകരം തന്നെ. കാരണം ഇന്നലെ വൈകിട്ടോടുകൂടി 9 പേരുടെ ഫലം നെഗറ്റീവായിരുന്നു. ഇന്ന് രാവിലെയോടുകൂടിയാണ് 3 പേരുടെ ഫലം കൂടിയും വന്നിട്ടുള്ളത്. അതിനാൽ തന്നെ നിലവിൽ പാലക്കാട് ജില്ലയിലും അതേപോലെ തന്നെ മഞ്ചേരിയിലുമായി കഴിയുന്ന പാലക്കാട് ജില്ലയിലുള്ളവരുടെ എല്ലാ ഫലവും നെഗറ്റീവാണ് എന്നത് ഏറെ സന്തോഷകരം. എന്നാൽ പോലും കൃത്യമായ ഒരു ജാഗ്രതയോടുകൂടി തന്നെയാണ് ജില്ല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പാലക്കാട് ജില്ല മാത്രമല്ല, മലപ്പുറം ജില്ലയും കോഴിക്കോട് ജില്ലയും എല്ലാം തന്നെ 3 ജില്ലകളും കൃത്യമായ ജാഗ്രതാ നിർദ്ദേശങ്ങളോടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് 460ഓളം പേരാണ് 3 ജില്ലകളിലുമായി സമ്പർക്ക പട്ടികയിലുള്ളത്. കോഴിക്കോടും മലപ്പുറത്ത് മഞ്ചേരിയിലും അതുപോലെ തന്നെ മലപ്പുറത്ത് കഴിഞ്ഞ ആഴ്ച മരിച്ച 18 വയസ്സുകാരിയുടെ നിപ്പ പോസിറ്റീവാണെന്ന് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിൽ സ്ഥിരീകരിച്ചിരുന്നു. അതിനാൽ തന്നെ അവരുമായി സമ്പർക്ക പട്ടികയിലുള്ളവരും അതുപോലെ തന്നെ പാലക്കാട് തച്ചനാട്ടുകര സ്വദേശി 38 വയസ്സുകാരിയുമായി സമ്പർക്കത്തിലുള്ളവരുടെയൊക്കെ ഫലം അവരൊക്കെ എല്ലാവരും കൂടിയാണ് സമ്പർക്ക പട്ടികയിൽ 460ഓളം പേരുള്ളത്. അതിനാൽ തന്നെ ഈ മേഖലയിലൊക്കെ കണ്ടെയ്ൻമെൻറ്റ് സോണുകളും നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് തുടരും എന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥരും അറിയിച്ചിട്ടുള്ളത്. ഏറെ സങ്കടകരമായ കാര്യം, നിലവിൽ ഈ 38കാരി തച്ചനാട്ടുകര സ്വദേശി 38കാരി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കഴിയുകയാണ്. അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് നില എന്നാണ് നിലവിൽ അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. വെന്റിലേറ്ററിൽ തന്നെയാണ് നിലവിൽ ചികിത്സയിൽ തുടരുന്നത്. മാത്രമല്ല 2ാം ഡോസ് ആൻറ്റിബോഡി അടക്കം നൽകിയിട്ടുണ്ട്. എന്നിട്ട് പോലും വലിയ രീതിയിലുള്ളൊരു പുരോഗതി ഉണ്ടായിട്ടില്ല എന്നാണ് ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. മാത്രമല്ല കഴിഞ്ഞ ദിവസം ആരോഗ്യ വകുപ്പ് മന്ത്രി പാലക്കാടും അതേപോലെ തന്നെ മഞ്ചേരിയിലും നേരിട്ട് യോഗങ്ങൾ പങ്കെടുത്തുകൊണ്ട് കൃത്യമായ വിലയിരുത്തലുകൾ നടത്തിയിട്ടുണ്ട്. ആരോഗ്യ വകുപ്പിൻ്റെ ഡയറക്ടർമാർ അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിലെ കളക്ടർ, ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ളവരാണ് പാലക്കാട് ജില്ലയിൽ പങ്കെടുത്തത്. അതേ സമാനമായ രീതിയിൽ തന്നെയായിരുന്നു മഞ്ചേരിയിലും വൈകിട്ട് യോഗം ചേർന്നത്. അവിടെയും ഉന്നത ഉദ്യോഗസ്ഥരും ജില്ലാ കളക്ടറും DMO അടക്കമുള്ളവരും മഞ്ചേരിയിലും പങ്കെടുത്തിട്ടുണ്ട്. ഇന്ന് കോഴിക്കോട് യോഗങ്ങളിൽ പങ്കെടുക്കുമെന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. മാത്രമല്ല കൃത്യമായ ഒരു പരിശോധനകൾ ആരോഗ്യ വകുപ്പ് മന്ത്രി തന്നെ സംസ്ഥാനത്തെ 3 ജില്ലകളിലും എത്തി പരിശോധനകളും അതുപോലെ തന്നെ യോഗങ്ങളും നടപടിക്രമങ്ങളോടെ ഒക്കെ വിലയിരുത്തിക്കൊണ്ടാണ് കൃത്യമായ ജാഗ്രതയോടുകൂടെ മുന്നോട്ട് പോകുന്നത്. നിലവിൽ ഈ കണ്ടെയ്ൻമെൻറ്റ് സോണുകളിലൊക്കെ കർശന നിയന്ത്രണം തുടരുകയാണ്. വിദ്യാലയങ്ങൾക്കൊക്കെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ ഓൺലൈൻ ക്ലാസുകൾ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല വിദഗ്ധ സംഘത്തിൻ്റെ പരിശോധനകളും ഈ മേഖലയിൽ, അതായത് പാലക്കാട് തച്ചനാട്ടുകരയിലെ 38 വയസ്സുകാരിയുടെ ഉറവിടം സംബന്ധിച്ച് കണ്ടെത്താൻ വേണ്ടിയുള്ള പരിശോധനകൾ വിദഗ്ധ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. കൗൺസിലിംഗ് ഉണ്ട്. നിലവിൽ എല്ലാവിധ സജ്ജീകരണങ്ങളുമാണ് പാലക്കാടും അതേപോലെ തന്നെ കോഴിക്കോടും മഞ്ചേരിയിലും മലപ്പുറം ജില്ലയിലും ഒരുക്കിയിട്ടുള്ളത് എന്നത് തന്നെയാണ് വിൻഷ പറയാനുള്ളത്. സച്ചിൻ, അനശ്വര സച്ചിനോട് ചോദിച്ചതായി പറയണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. മഴ പെയ്യുന്നുണ്ടോ അവിടെ? എന്താണ് മഴയുടെ ഒരു അവസ്ഥ പാലക്കാട്? രാവിലെ മഴ പെയ്തിരുന്നു വിൻഷ. രാവിലെ ശക്തമായൊരു മഴ പെയ്തിരുന്നു. അത് തന്നെയാണ് പറയാനുള്ളത്. അനശ്വരക്കും അന്വേഷണം പറയുകയാണ്. മാത്രമല്ല കൃത്യമായി മഴ പെയ്യുന്നതോടൊപ്പം വലിയ രീതിയിൽ നിപ്പ ആശങ്ക ഉള്ളതിനാൽ തന്നെ പാലക്കാടുള്ള എല്ലാവരും കൃത്യമായി മാസ്ക് ധരിക്കണം. അതുപോലെ തന്നെ അനാവശ്യമായി ആശുപത്രികളിൽ കയറി ഇറങ്ങാൻ പാടില്ല എന്നൊരു കാര്യം കൂടെ പ്രേക്ഷകരോട് പങ്കുവെക്കുകയാണ്. മാത്രമല്ല ചില ആഭാസ സമരങ്ങൾ ഈ ആരോഗ്യ വകുപ്പിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരോടും പറയാനുള്ളത് അതുതന്നെയാണ്. കാരണം ജാഗ്രതാ പ്രവർത്തനങ്ങളും മറ്റും
നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു സമരം നടത്തുന്നത്. അത് വലിയ രീതിയിൽ തന്നെ ഒരു ആഭാസകരം എന്ന് തന്നെയാണ് പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. കാരണം ആശുപത്രിക്ക് മുന്നിലും അതേപോലെ തന്നെ DMO ഓഫീസിന് മുന്നിലും ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് നേരെയൊക്കെയാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ UDFിൻ്റെയും BJPയുടെയും ഭാഗത്ത് നിന്ന് നടക്കുന്നത്. അത് തികച്ചും ഖേദകരം തന്നെയാണ്. കാരണം ഇത്രയും വലിയൊരു മഹാമാരിയെ പ്രതിരോധിക്കാൻ വേണ്ടി കേരളം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയത്താണ് ഇത്തരത്തിലൊരു മ്ലേച്ഛമായ നടപടികൾ UDFിൻ്റെയും BJPയുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നത് എന്നത് ഏറെ ഖേദകരം തന്നെയാണ് വിൻഷ.